സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് ബജാജ് CT 110X ആണ് വണ്ടി. സർവീസ് വർക്കിന് കൊണ്ടുവന്ന വണ്ടിയാണിത്. കൃത്യസമയത്ത് കൊണ്ടുവരാറുള്ള വണ്ടിയാണ്. ഈ പ്രാവശ്യം ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിച്ചേക്കണത്. ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻജിൻ ഓയിലൊന്ന് ആദ്യം തന്നെ ഒന്ന് മാറ്റി നോക്കാം. ഒരു കയ്യപ്പത്തം, ഓയില് കൈ തട്ടി മറിഞ്ഞുപോയി. വെറുതെ ഇതിൻ്റെ ഡ്രൈ ബോൾട്ടിൽ ലീക്ക് വരാതിരിക്കാൻ ഇത് ഗമ്മ് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. ഓയിൽ മാറുമ്പോൾ എപ്പോഴും കൃത്യമായിട്ട് തന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. പഴയ ഓയിൽ ഫിൽറ്ററും പുതിയ ഓയിൽ ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം കണ്ട. പഴയ ഓയിൽ ഫിൽറ്റർ അത്രയൊക്കെ നല്ല രീതിയിൽ മോശമായി പോയി. കമ്പനി ഓയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാറ് കാസ്ട്രോൾ തന്നെയാണ് കേട്ടോ എപ്പോഴും. നിങ്ങളുടെ വണ്ടികൾക്കൊക്കെ ഏത് ഓയിലാണ് ഒഴിക്കണമെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, അതൊന്ന് നമുക്ക് അഴിച്ചു നോക്കാം. എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ട. എയർ ഫിൽറ്ററും അതുപോലെ തന്നെ നല്ലതുപോലെ മോശമായിട്ടുണ്ട്. പുതിയതും പഴയതും തമ്മിൽ വ്യത്യാസം കണ്ട. ഇത്രത്തോളം വ്യത്യാസമുണ്ട്. ചെയിൻ നല്ലതുപോലെ ലൂസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ഷൂ, 2 വീലിൻ്റെയും ബ്രേക്ക് ഷൂ മാറ്റാനുണ്ടായിരുന്നു. ബ്രേക്ക് ജാമിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. സ്പീഡോമീറ്റർ കേബിൾ സെറ്റ് മാറി. വണ്ടിക്ക് 2 പ്ലഗാണ് വരുന്നത്. 2 പ്ലഗും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ കാണിച്ചതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് ലൂസ് ഉണ്ടായിരുന്നു. മറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഓടിക്കാനൊക്കെ സ്മൂത്താണ്. അപ്പോൾ വണ്ടി അതുകൊണ്ട് തന്നെ വാഷിങ്ങിന് കയറ്റി. വാഷ് ചെയ്ത് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.